പോയ കാര്യം എന്തായി? ജോലിക്കാരിയല്ലേ, എന്നത്തെയും പോലെ തന്നെ കിട്ടിയില്ല. വന്ന പാടെ ഇങ്ങനെ കിടന്നാലോ? കൈ കഴിയിട്ട് ചോറുണ്ണാൻ വരും. ഇതല്ലേ നിങ്ങൾ നോക്കുന്നത്? ശരി ശരി, ഒരു ഊണ് കഴിക്കണം. നിസ്സാരമായൊരു ബീഡിക്കഷ്ണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ? ബീഡിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലേ പറയാം. നിങ്ങളുടെ അനുജൻ ഗോപിയാണ്. അവനോട് വന്നിരുന്നോ? അതെ, വന്നിരുന്നു. ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന്, വെപ്പാട്ടിയായിട്ട് സകല സൗകര്യങ്ങളും തരാമെന്ന്. പക്ഷേ ഞാനവനെ ഓടിച്ചു വിട്ടു. അവനെ നിനക്ക് നേരത്തെ അറിയാം? നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ വേലുവേട്ടൻ. എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ്. ഭാര്യയും ഭർത്താവൊന്നും പറയാറായിട്ടില്ല. അപ്പോഴേക്കും സംശയം കണ്ടില്ലേ? ആൺവർഗത്തിന്റെ കൂടപ്പിറപ്പല്ലേ സംശയം. സംശയിച്ചതല്ല മാലതി, പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറെ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം. എങ്കിലും നീ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയൊരു സത്യം കൂടിയുണ്ട്. എന്താ? ഗോപി എന്നെ ബലാത്കാരമായി കെട്ടിപ്പിടിച്ച് ഇത് കണ്ടില്ലേ? എവിടെ പോകുന്നു? ഗോപിയുടെ വീട്ടിലേക്കോ? അതെ. അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ. ഒന്ന് നിൽക്കൂ. ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ മതി. എടി ഭാർഗവി, ഈ കഥ തുറന്നിട്ട് റോഡെ പോകുന്ന പട്ടിയും പൂച്ചയൊക്കെ അകത്ത് കയറുമെന്ന് അറിയാമേ. ഓടിയാത് എന്തേ കേറി വന്നത് പട്ടിയാണെങ്കിൽ നിന്റെ അമ്മ പ്രസവിച്ചതാടാ. നിന്നേക്കാൾ മുമ്പേ ജനിച്ചവനാണടാ. നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി. നിന്റെ വീട്ടിലാരാ? കള്ളം പറയുന്നോടാ. ഞാൻ മാനതിന്റെ വീട്ടിലാണ് പോയി. അത് തന്നെയാണോ എന്റെ വീട്? അവളെ പാട്ടത്തിനെടുത്തിരിക്കുകയാണോ അതോ വിലക്കോ? അല്ല, പുറമ്പോക്കിനെ ഇവിടുന്ന് പാട്ടല്ലേ. ഇനി മേലെ പഠിക്കാത്ത നീ കയറിയാൽ നിന്റെ മുട്ടുകാരിയെ തല്ലി ഓടിക്കും. വരട്ടാതെ എന്റെ വിരട്ട് തന്നെ കാണണോടാ. ഇതേ വീട്ടിൽ എന്റെ കട്ടിലിൽ ഞാൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിക്കും? ഞാൻ അല്ലെങ്കിലും നിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നേ. നിനക്കെന്റെ മാലതി അറിഞ്ഞുകൂടാ. നിന്റെ മാലതി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അവളുടെ ശരീരത്ത് എത്ര മറവുണ്ടെന്ന് നിനക്കറിയാമോ? എന്റെ അടുത്ത് തന്നെ കണക്കുണ്ട്. ഗോപി, ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനിയനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. എന്താ ഇത്രയും താമസിച്ചത്? ആ കുന്നൂഴിയിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖം വന്നു. ഒടുവിൽ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം. എനിക്ക് പനി പിടിച്ചിട്ട് 4-5 ദിവസമായി. എണീക്കാൻ പോലും വയ്യ. അതിനല്ലേ അന്നേ കുരുമുളക് വെള്ളം കാച്ചി കുടിക്കാൻ പറഞ്ഞത്. ഭാര്യയെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ബുദ്ധിയില്ലാത്ത വർത്താനം പറയാതെ. നീയും അവളും ഒരുപോലെയാണ്.
നീ 10 ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയും കഴിഞ്ഞുകൂടാം. ഇത് വീട്ടുകാര്യം, അത് തൊഴിൽ. പണ്ടിവിടെ വരുമ്പോഴല്ല ഓരോ രൂപ തരുമായിരുന്നു. ഇപ്പൊ അവള് മോന്തം തിരിച്ചോണ്ട് പോണ കണ്ടില്ലേ? ഓ മൂതേ. അല്ല സാറേ, സാറിന്റെ ഈ താടി മീശ എല്ലാവരുടെ കണ്ടിട്ട് എന്നോ എവിടെയോ വെച്ച ആരെയോ കണ്ടതുപോലെ ഓർക്കുന്നല്ലോ. ആരെയാ അതല്ലേ സാറിനോട് ചോദിക്കുന്നത്. ആട്ടെ സാറേ, സാറിപ്പോ ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണോ? ചേട്ടൻ ഈ നാട്ടുകാരനല്ല അല്ലേ? ഇന്ന് ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ചേട്ടാ. പിന്നെ ചേട്ടോ, താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഡബിൾ റൂം വേണോ, സിംഗിൾ റൂം വേണോ, ഈ നാടൻ വേണോ, വെളിനാടൻ വേണോ, 16 വേണോ, 20 വേണോ, 30 വേണോ, ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. ഫാമിലി ടൈപ്പ് വേണോ, കോളേജ് ടൈപ്പ് വേണോ, അതോ നാടൻ മതിയോ? അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. മദ്രാസ് വേണോ, കേരളം വേണോ, ആന്ധ്ര വേണോ, കന്നഡം വേണോ? പോടാ അവിടെ. കൊല്ലന്റെ ആലയിലാണോടാ സൂചി വിൽക്കാൻ വന്നിരിക്കുന്നത്? അയ്യോ എന്റെ ചേട്ടാ, നമ്മൾ രണ്ടുപേരും ഒരേ നിയോജക മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചേടാ, പനി പിടിച്ചിട്ട് തണുപ്പ് സഹിക്ക വയ്യാതെ ഒരു കോട്ടെടുത്ത് ഇട്ടെന്ന് വിചാരിച്ചേ താൻ എന്നെ ഇത്രയും ശിക്ഷിക്കണം? ഞാൻ ഡബിൾ എമ്മയാ. ക്ഷമിക്കണം ചേട്ടാ, ഞാൻ വെറും എമ്മയാ. ചേട്ടൻ ഡബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായി, ജോലി വല്ലതും കിട്ടിയോ? ഒന്നും ശരിയായില്ല രാമ്പിള്ളേ. ഒരു സോഡ ഞാൻ ജോലി കിട്ടിയിട്ട് പോരെ സോഡ? ദാഹിച്ചിട്ട് വെയ്യടൂ. ഇപ്പൊ തന്നെ 30 രൂപയോളം പറ്റിക്കഴിഞ്ഞു. അത് വീട്ടിട്ട് മതി സോഡ. എന്ത് പറഞ്ഞടാ? ഇതാണ് ചേട്ടാ ലോകം. എന്ത് ചെയ്യാൻ? മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. വെറും 30 രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാം? ചട്ടമ്പിമാർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. വീണ്ടും സൈക്കിൾ ചെയ്യാൻ എന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദയെല്ലാം തിരിച്ചു കിട്ടും. കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. ദിവസവും ആ കടക്കാരന്റെ മുന്നിൽ കൂടെ വേണ്ടേ പോകേണ്ടത്? ഇതാ 30 രൂപയുണ്ട്. ഇതെവിടുത്താ? കുറച്ചു നാളായി പട്ടിയെ ഒരാൾ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ നീ അതിനെ വളർത്തി, എന്നിട്ട് അതിനെ വിറ്റെന്നോ? നിസ്സാര ഒരു 30 രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല. ശാന്തേ, ഇതുവരെ എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? കോളേജിൽ നിന്ന് നടന്നാ വന്നത്. കോളേജിൽ നിന്ന് നടന്നു വന്നു? അതെ. ആട്ടെ, ബസ് കൂലിക്ക് വന്ന കാശ് എന്ത് ചെയ്തു? ചായ കുടിച്ചു. ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ ചെലവ് കണ്ടമാനമാകും. അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും? എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത്. ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ? എന്താ രാഘവല്ലേ, നിങ്ങളുടെ യൂണിയനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? യൂണിയനോ? ഇടയ്ക്ക് അങ്ങനെ പാല് വിരിയുന്ന പോലെ പെരിയാറുണ്ട് സാറേ.
നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഓഹോ, അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ? അയ്യോ ഇല്ല സാർ, ഞാനതെല്ലാം നിർത്തി. നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ. പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓഹോ, ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട്. ചെയ്യാമോ? ശരി. പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരും. അതെങ്ങനെയും ഒപ്പിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ. ശരി. മാലതി, ഒരു സന്തോഷ വാർത്ത. എന്താ, ജോലി കിട്ടിയോ? ജോലി കിട്ടിയെന്ന് തന്നെ പറയാം. എന്നുവെച്ചാ? ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം. ജോലി എന്തായാലും എന്താ, ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ. പക്ഷേ ഒരു കുഴപ്പം. എന്താണ്, ആ ഡെപ്പോസിറ്റ് ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടിവെക്കണം. 2000 രൂപയോ? അങ്ങനെ നിരാശപ്പെട്ടാൽ ശ്രമിച്ചു നോക്കാം. എന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു. രണ്ടാമത്തേതോ? ഒന്നെന്റെ ജോലി, മറ്റേത് 2 മാസമായി എന്റെ കുളി തെറ്റിയിട്ട്. 2 മാസമായി കുളി തെറ്റിട്ട്. എന്താ മനസ്സിലായില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ, അത് ശരി. ഞാനൊന്ന് നോക്കട്ടെ. അത്ര അങ്ങ് ധൃതി വെക്കാതെ. ഇനിയും 6